ഹീറോയിൻ പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ട സബ്വേ ടണലിലേക്ക് പോകുന്നതും അവളെ ആരോ അടിക്കാൻ വരുന്നതുമായിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടത്. ആരാണ് അടിക്കാൻ വന്നേന്ന് നമുക്കറിയത്തില്ല. ഫുള്ള് ബ്ലാക്ക് ആയിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഹീറോയിൻ അവിടെ വീണ് കിടക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഹീറോയെ കണ്ടതും ആ പേഴ്സൺ ഓടുന്നുണ്ട്. അത് സബ്വേ ഗോസ്റ്റ് ആണ്, പോയി പിടിക്കുന്നത് ഹീറോയിൻ. ഹീറോ പുറകെ പോകുന്നുണ്ടെങ്കിലും തട്ടി വീണ് ആൾ അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. പിടിക്കാൻ പറ്റുന്നില്ല. ഹീറോ എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് ഇവിടെ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് വാലറ്റ് കയ്യിലില്ലാന്ന്. ഇനിയിപ്പോ അഥവാ അത് ഗ്രാസ് വോപ്പേഴ്സ് വല്ലതും എടുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. CCTV നോക്കുന്ന സമയം ഹീറോയിനെ വിളിക്കുന്നുണ്ട്, അവൾ അവിടെ ഇല്ലല്ലോ. അങ്ങനെ അവളെ അന്വേഷിച്ച് താഴെ വരുമ്പോഴാണ് അവിടെ തുറന്നെടുക്കുന്നതായിട്ട് കണ്ടതും ഇവളെ വന്ന് രക്ഷിക്കുന്നതും. ഹീറോ ഓടിച്ചു വന്ന പേഴ്സൺ മിസ്സായി പോയെങ്കിലും അവിടുന്ന് കമ്മീഷണറുടെ വാലറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ വന്നത് സബ്വേ ഗോസ്റ്റ് അല്ല, ഗ്രാസ് ഹോപ്പേഴ്സ് ആണെന്ന്. ഇവരെ പോയതിനു ശേഷം ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഇവരെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കി 2 അസിസ്റ്റന്റ്സിനെയും ഹീറോയിനെയും കൂടെ കൂട്ടിയിട്ട് CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് സബ്വേന്റെ ആനിവേഴ്സറി ദിവസം ഒരുപാട് പേരുടെ പേഴ്സ് പോക്കറ്റ് അടിച്ചായിരുന്നല്ലോ ഗ്രാസ് ഹോപ്പേഴ്സ്. അവിടെ പോലീസുകാരെ പോലെ തന്നെ വേഷം ധരിച്ചിട്ടുള്ള ഡോൾസ് ഉണ്ടായിരുന്നു. 3 പേരുണ്ട്. ഇവരാരെയും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരായിരുന്നു ആ ഗ്രാസ് ഹോപ്പേഴ്സ്. പോക്കറ്റ് അടിച്ച പേഴ്സൊക്കെ ട്രെയിനിൽ നിന്ന് താഴെ ടണലിലേക്ക് ഇട്ടിട്ട് രാത്രി ആരും ഇല്ലാത്ത സമയം ടണലിൽ വന്ന് പേഴ്സൊക്കെ കളക്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ ആർക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്തതും. ഇതൊക്കെ CCTV നോക്കി മനസ്സിലാക്കിയിട്ട് ഹീറോയിനെയാണ് വഴക്ക് പറയുന്നത്. ആ ടണല് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, ആരും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജോലി പോലും നഷ്ടപ്പെടും. ഹീറോ അത്രയും വഴക്ക് പറഞ്ഞിട്ടും ഹീറോയിന്റെ കണ്ണാ താക്കോല് തന്നെയാണ്. ഹീറോയ്ക്ക് അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മയ്ക്കാണെങ്കിൽ ഓർമ്മയും ഇല്ല. 17 വയസ്സാണ് തനിക്ക് എന്നാണ് വിശ്വസിക്കുന്നത്. ഹോസ്പിറ്റലിലുള്ള അമ്മേനെ കാണാമെന്ന് പരിചയമില്ലാത്ത ഒരാളെ കണക്ക് അടുത്തിരുന്ന് എത്ര വയസ്സാണെന്ന് ചോദിക്കുമ്പം 17 ആണെന്ന് പറയുന്നു. നിനക്ക് എത്രയാണെന്ന് ചോദിക്കുമ്പം 33 ഹീറോ. ഓ ശരിക്കും വയസ്സായില്ലേ. ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ഹീറോ ചോദിക്കുമ്പം ബോയ് ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബിസി ആണെന്ന് തോന്നുന്നു പാവന്ന് അമ്മ. അവിടെ നിൽക്കുന്ന ഒരു നേഴ്സിന് ഹീറോയുടെ മേലെ ഒരു കണ്ണുണ്ട്. നല്ല ഹാൻഡ്സും ആണ്, നല്ല പയ്യനുമാണ്. അതുകൊണ്ട് ആ നേഴ്സിന്റെ അടുത്ത് അമ്മേന്റെ ബോയ് ഫ്രണ്ട് ഇന്ന് രാത്രി വരുന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് വർക്കിന് വരുമ്പം അവിടെ ഒരു ലേഡി എപ്പോഴും ഒരു നോട്ടീസ് കൊടുക്കാൻ നിൽക്കാറുണ്ട്. അവരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അത് അവിടെ നിന്ന് കൊടുക്കരുത് എന്ന്. പക്ഷെ കേൾക്കത്തില്ല. ഇപ്പൊ ഹീറോയിന് നിന്ന് പറയുമ്പം അവരാണെങ്കിൽ നോക്ക് ഈ പോലീസുകാരെന്നെ ബുള്ളി ചെയ്യാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുവാണ്. ഹീറോ ആണ് അയ്യോ പൊന്നെ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ ഇരുന്ന് കൊടുത്തോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹീറോയിന് ഒരു നോട്ടം. ഉള്ള വയ്യാവയിലേക്ക് എന്തിനാ എടുത്തോണ്ട് വരുന്നതെന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഹീറോയിന് ഒരു സംശയവും, ഒളിഞ്ഞ മറ്റുള്ളവരുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരെ പിടിക്കണ്ടേന്ന്. ഇതാ നോക്ക് നീ പുതിയ ആളാണ്, ആവശ്യമില്ലാതെ ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിൽക്കരുത്. 3 മാസമെങ്കിലും കഴിയാതെ നിനക്ക് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു പെണ്ണിനെ ഒരാളെ വീഡിയോ എടുക്കുന്ന കണക്ക് കണ്ടിട്ട് ഹീറോയിൻ അയാളുടെ പുറകെ പോന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് പോലും. അന്വേഷിച്ചു പോകുന്നുണ്ട് എന്ത് വയ്യാവിലിയാ കൊണ്ടുവരാന്നറിയില്ലല്ലോ. ഹീറോയിൻ നോക്കുമ്പം അയാളെ ശരിക്കും വീഡിയോ എടുക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ആ പെണ്ണൊരു ട്രെയിനിലേക്ക് കയറുമ്പം ആളും ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. പുറകെ ഹീറോയിനും, ഹീറോയിന്റെ പുറകെ ഹീറോയും. ഹീറോയിൻ നോക്കുമ്പം ആ ഒരു പേഴ്സൺ ഫോൺ എടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അത് കണ്ടതും അങ്ങനെ തിരിച്ചു പിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് അപ്പുറത്തെ സബ്വേ സ്റ്റേഷന്റെ ചീഫ് ആയിട്ടുള്ള ഗോങ് ആണ്. വേറൊരാൾ ആ പെണ്ണിന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആള് വേഷം മാറി വന്നിട്ടുള്ളത്. അതും ഹീറോയിൻ ഇപ്പൊ ഉള്ളത് അവരുടെ സ്ഥലത്ത് പോലെയല്ല, ഓരോ സബ്വേ സ്റ്റേഷന്റെ ചീഫായിട്ട് ഓരോരുത്തരുണ്ട്. ഹീറോയുടെ അടുത്ത സബ്വേ സ്റ്റേഷനിലെ ചീഫിന്റെ സ്ഥലമാണത്. അവിടുത്തെ ചീഫിനെയാണ് പോയിട്ട് ഹീറോയിൻ പിടിച്ചത്. ഇങ്ങനെ ടെറിട്ടറിയും കടന്ന് പോരാത്തനൊരു ട്രെയിനിങ്ങും ഇല്ലാത്ത പെണ്ണിനെയും കൂടെ നടക്കുന്നതിന് നല്ല വഴക്ക് പറയുമ്പം ഹീറോ ആണ് ക്ഷമ ചോദിക്കുന്നത്. അതൊന്നും ഹീറോയിന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. ഞാൻ എന്റെ ബെസ്റ്റ് എന്നെ തരുന്നു പറയാണ്. ദൈവത്തെ ഓർത്തൊന്നും തരരുതെന്ന് ഹീറോ. തിരിച്ച് സ്റ്റേഷനിൽ ചെല്ലുമ്പം കമ്മീഷണറെ കാണാൻ വേണ്ടി പോണം. അപ്പൊ കമ്മീഷണറുടെ പേഴ്സ് കിട്ടിയായിരുന്നല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ അടുത്താണ് ഏൽപ്പിക്കുന്നത്. സൂക്ഷിച്ചു വെക്കണം എന്നും പറഞ്ഞു. അതൊരു വൈറ്റ് കവറിലിട്ട് ടേബിളിലാണ് വെക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വയസ്സായ ഡെലിവറി മാൻ വരുന്നത്. ഡെലിവറി ചെയ്യാൻ പോയെടുത്ത് ഫോണ് മിസ്സായി പോയി എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പനെ കണ്ടതും ഹീറോയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ ഹീറോയിൻ നമ്മുടെ ഇൻസ്പെക്ടർ ഗോങ്ങിന്റെ പുറകെ പോയായിരുന്നല്ലോ. ആ സമയത്ത് എന്തോ ഡെലിവറി ചെയ്യാൻ വന്ന ഈ അപ്പൂപ്പനെ തട്ടി വിട്ടിട്ടായിരുന്നു പോയത്. അത് അവള് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പുറകെ വന്ന ഹീറോ ആണ് എണീപ്പിച്ച് ഓക്കെ ആണെന്നൊക്കെ നോക്കി പറഞ്ഞു വിട്ടത്. ഒരു സാധനം ലോക്കറിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടുവച്ച് അതിൽ നിന്ന് വേറെ എടുക്കാൻ പറഞ്ഞത് എടുത്തോണ്ട് വരുന്ന സമയത്താണ് ഫോണ് താഴെ വീണിട്ടുണ്ടായിരുന്നത്. അത് അപ്പൂപ്പൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫോൺ കിട്ടാതെ പണിയെടുക്കാൻ പറ്റത്തില്ല, ഡെലിവറി മാൻ അല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോടെ എന്ന് ചോദിക്കുമ്പം പിന്നെന്താന്ന് പറഞ്ഞ് അവരെ നന്നായിട്ട് നോക്കി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസം ഫുള്ള് ഡെലിവറി ചെയ്താൽ കിട്ടുന്നത് ആകെപ്പാടെ $10.
പുറത്തുനിന്ന് ഒരു സൂപ്പ് മേടിച്ചു കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $6 to $7 ആവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്റെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് വന്നിരുന്ന് കഴിക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ നോക്കുമ്പോൾ ഒരുപാട് സമയം പോയി. പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നതും ഒരു വെള്ള കവർ ഉണ്ടായിരുന്നു. അത് താഴെ വീണ് ഹീറോയിന്റെ വെള്ള കവർ എടുത്തിട്ടാണ് പോകുന്നത്. കമ്മീഷണറുടെ പേഴ്സുള്ള ഫോണ്. അത് മുത്തശ്ശനും ശ്രദ്ധിക്കുന്നില്ല, അവരും ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് കമ്മീഷണറെ കാണാൻ വേണ്ടി പോവാണ്. വാലറ്റ് എടുക്കുമെന്ന് പറഞ്ഞ ഹീറോ പോകുമ്പം അവളെ താഴെ കിടന്ന മുത്തശ്ശന്റെ പാക്കറ്റാണ് എടുത്തോണ്ട് പോകുന്നത്. ഹീറോ വന്ന് നോക്കുമ്പം അവള് മോഷ്ടിച്ചോണ്ട് വന്ന പിങ്ക് സ്കൂട്ടിയിലാണ് ഉള്ളത്. അല്ല വച്ച് നീ ഇത് തിരിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് നമ്മളിത് ഇത്രയും ചീത്തയാക്കിയിട്ട് എങ്ങനെയാ ഓണർക്ക് തിരിച്ചു കൊടുക്കുക? അതുകൊണ്ട് ഞാൻ എന്റെ സേവിങ്സ് വെച്ചിട്ട് ഇൻസ്റ്റാൾമെന്റിൽ അവർക്കൊരു വണ്ടി മേടിച്ചു കൊടുത്തു. അതൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ഒക്കെ വെച്ച് സൈറനൊന്നും വെക്കുന്ന നല്ലതല്ലല്ലോ. ഇതൊക്കെ ഇല്ലീഗൽ ആണെന്ന് വിചാരിക്കുന്ന ഹീറോ ഒരു ഫോട്ടോയും എടുത്തു വെക്കുന്നുണ്ട്. ഹീറോ കമ്മീഷണറുടെ അടുത്തേക്ക് വരുമ്പം ഓൾറെഡി മിരി അവരുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാഡം, നമുക്ക് പുതിയ ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞ കൊണ്ടു കൊടുക്കുമ്പം അത് നോക്കുന്ന കമ്മീഷണർ ശരിക്കും നിനക്ക് ഉറപ്പാണോന്ന് ചോദിക്കുന്നു. തീർച്ചയായും മാം, ഇതൊന്നും വലിയ കഷ്ടപ്പാടൊന്നല്ലാതെ ഹീറോ വീമ്പിളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെന്താണല്ലേന്ന് കമ്മീഷണർ പറയുന്നത്. നടുവേദന, മുട്ടുവേദന, മൈഗ്രീൻ, മെനോപോസ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള മെഡിസിൻ ആണത്. എനിക്കിതൊക്കെ ആവശ്യമുണ്ടെന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുമ്പോഴാണ് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. സോറി മാഡം, കവർ മാറിപ്പോയതാണ്, ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞ് അതെടുക്കുമ്പോ അതാണെങ്കിൽ അതിന്റെ അടപ്പ് ഓൾറെഡി തുറന്നിരിക്കായിരുന്നു. എടുത്തതും ഫുള്ള് വീഴുന്നത് കമ്മീഷണറിന്റെ മേത്തേക്ക്. മതിയല്ലോ. പുറത്തേക്ക് വരുന്ന ഹീറോന്റെ അടുത്ത് എങ്ങനെയുണ്ടായിരുന്നു കമ്മീഷണർ, ഹാപ്പി ആയോ എന്ന് ഹീറോയിൻ ചോദിക്കുന്ന കേട്ടിട്ട് ഹാപ്പി തേങ്ങ കൊല, വാ വണ്ടി എടുക്കുന്ന ഹീറോ. അവിടെ ഹീറോയിൻ നിൽക്കുന്നതും ഹീറോയുടെ അടുത്ത് സംസാരിച്ച് അവര് പോകുന്നതും ഒക്കെ കിംബു കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നാ മിരിയും കാണുന്നു. ടണലിലാണ് സബ്വേ ഗോസ്റ്റ് ഉള്ളത് എന്ന് ഹീറോയിൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ശരിക്കും സബ്വേ പോലീസ് ആയോന്ന് അതിനൊന്നും ചാൻസ് ഇല്ലെന്നാണ് മിരി പറയുന്നത്. പക്ഷെ ഹീറോയുടെ പുറകെ പോകുന്ന കണ്ടിട്ട് ആകെപ്പെടാ കൺഫ്യൂഷനും. ഹീറോയിൻ അപ്പൂപ്പനെ തപ്പി വരുമ്പം അപ്പൂപ്പനെ ഇവിടെ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഴ്സും അപ്പൂപ്പൻ കൊണ്ടുവന്ന കവറും മാറിപ്പോയായിരുന്നല്ലോ. ആ കവറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഡ്രഗ്സ് ആണ്. അവര് ഡ്രഗ്സ് സ്മഗിൾ ചെയ്യുന്നത് ഇവിടുത്തെ സബ്വേ സ്റ്റേഷനിലെ ലോക്കറിലൂടെയാണ്. അങ്ങനെയാണ് അപ്പൂപ്പന്റെ അടുത്ത് അവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട് മറ്റേതെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പാഴ്സൽ അവിടെ പോയിന്ന് അപ്പൂപ്പന് അറിയത്തില്ലല്ലോ. ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചോരയൊക്കെ വരുന്ന രീതിക്ക് ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നു. ഹീറോയിനും അപ്പൂപ്പനെ അന്വേഷിച്ച് സബ്വേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയം എന്തോ പന്തിയേട് തോന്നിയിട്ട് വാഷ്റൂമിലേക്ക് നോക്കുന്നുണ്ട്. വാതിൽ തുറന്ന് അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഹീറോ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നത്. അവള് നോക്കുമ്പോ കാണുന്നത് അപ്പൂപ്പന്റെ അടുത്തുള്ള ഒരു ലഞ്ച് ബോക്സ് ഉണ്ട്. അത് തറയിൽ കിടക്കുന്നു. പോരാ തന്നെ അതിന്റെ അടുത്ത് ബ്ലഡും. ഒന്നും നോക്കൂല. അടുത്തിരിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എടുത്ത് ചില്ല അടിച്ചു പൊട്ടിച്ചകത്ത് പോകുമ്പം ഹീറോയ്ക്കാണ് തലവേദന. അകത്ത് വന്ന് നോക്കുമ്പോ കാണുന്നത് മുഖമൊക്കെ അടിച്ച് ചതച്ചിരിക്കുന്ന മുത്തശ്ശനെയാണ്. രണ്ടുപേരും കൂടെ ആംബുലൻസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗ്യാങ്സ്റ്റർ അവിടുന്ന് ഓടി പോകുന്നു. പുറകെ പോകുന്നുണ്ടെങ്കിലും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ സബ്വേ ലോക്കർ ഉപയോഗിച്ചിട്ടാണ് അവരെ ഡ്രഗ്സ് സ്മഗിൾ ചെയ്യുന്നതെന്ന്. വാ നമുക്ക് പോയി പിടിക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ പോകുന്ന സമയം ഹീറോ അവിടെ ഓൾറെഡി നാർക്കോട്ടിക്സിലേക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോണ് പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങളായിട്ട് തുടങ്ങി വെച്ച ഒരു കേസ് നിങ്ങൾക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ലേ? എന്തിനാ തുടങ്ങി വെച്ചേന്ന് പാതിക്കുന്ന പോന്നേന്നൊക്കെ ചോദിക്കുന്നതിന് ദാ നോക്ക്, വെറുതെ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മള് സബ്വേ പോലീസാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ടാന്ന് ഹീറോ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു അസോൾട്ട് കേസ് അല്ല. നമ്മളിതിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പോലീസായിട്ടുള്ള നമ്മളിത് നോക്കിയില്ലെങ്കിൽ വേറെ ആരാ നോക്കുക? കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നീ ചെയ്തു വെച്ച കൂത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റിസ്കി ആയിട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? നീ നിന്നെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മള് പ്രശ്നത്തിലായാലും പോട്ടേ നോക്കാം. നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി എന്താ ചെയ്യാന്ന് ഹീറോയിൻ നോക്കുമ്പം ആ മുത്തശ്ശന്റെ ലഞ്ച് ബോക്സില് ഇന്നത്തെ ഫുഡ് അത്ര നല്ലതല്ല, പക്ഷെ അച്ഛൻ വരുമ്പോഴേക്കും നല്ല ഫുഡ് ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞൊരു നോട്ട് ഉണ്ട്. അത് വായിക്കുന്ന ഹീറോയിൻ ഇമോഷണൽ ആയിട്ട് പോലീസ് എന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് മാത്രമല്ല വിക്ടിംസിനും വീടുണ്ട്, അവിടെയും ഫാമിലി ഉണ്ട്. ഒരു $10 വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരാള് അയാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഫാമിലിന്റെ അടുത്ത് എന്താ പറയാൻ പോകുന്നത്? പോലീസായിട്ടുള്ള നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവർ ആരുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാനാ എന്ന് പറഞ്ഞ ഹീറോയിൻ പോകുമ്പം അത് ഹീറോയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ലഞ്ച് ബോക്സിലെ നോട്ടും കൂടെ വായിക്കുമ്പം ഹീറോയുടെ അമ്മയ്ക്ക് ഓർമ്മയില്ലാതെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഇവനെയാണ് അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് കരുതുന്നത്. ബോയ് ഫ്രണ്ട് ആയിട്ട് അമ്മേനെ ഇന്ന് രാത്രി കാണാൻ പോകാന്ന് ഹീറോ നേഴ്സിന്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് തനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്ത് ഹീറോയിനെ വന്ന് നോക്കുമ്പം അവൾ ഒരുമാതിരി വിഷമിച്ചിരിക്കുകയാണ്. വാ പോവാം, നമ്മുടെ ബെസ്റ്റ് കൊടുത്തിട്ട് വരാന്ന് ഹീറോ. അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലീമാന്റെ അടുത്തും സുഹോന്റെ അടുത്തും
CCTV കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. ഹീറോയിൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ആദ്യം ആ സീറ്റിലിരിക്കെ ആയിരുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പം അങ്ങനെ ഇരുന്നോ അനങ്ങണ്ടാന്നും പറഞ്ഞ് CCTV നോക്കാൻ പോകുന്നു. അവര് മൂന്നുപേരും സീരിയസ് ആയിട്ട് നോക്കുകയാണ്. ഇവക്കാണെങ്കിൽ ഇരിപ്പുറക്കുന്നില്ല. മുത്തശ്ശനെ ഗ്യാങ്സ്റ്റർ വിളിച്ചത് ബർണർ ഫോണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വേറൊരു ക്ലൂവും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? ഇവര് തല പൊക്കിയുമ്പോഴാണ് ഹീറോയിന്റെ തല അകത്തേക്ക് കയറുന്നത്. നോക്ക്, അയാളുടെ മേത്തൊരു ടാറ്റു ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ടാറ്റു പാർലറിൽ പോയി അന്വേഷിച്ചുവിടാവുന്ന ഹീറോയിൻ. നിന്റെ തല കൊള്ളാലോടി കൊച്ചനേന്ന് അസിസ്റ്റൻസ് നോക്കുമ്പം അവിടെ ഹീറോ, ഓ സൂപ്പർ ഐഡിയ, ഇതൊക്കെ എന്താ ഞാൻ ആലോചിക്കാത്തത്? നീ പറഞ്ഞതുപോലെ അന്വേഷിക്കുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാക്കിയിട്ട് പിന്നെ CCTV ചെക്ക് ചെയ്യുമ്പം അത് കൊണ്ടുവച്ച ആ ഒരു പേഴ്സണെ കാണുന്നുണ്ട്. ആ ലോക്കർ ആക്സസ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാർഡ് വേണം. അത് ഉപയോഗിച്ചതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു പബ്ബിലേക്ക് പോകുമ്പം ഹീറോന്റെ നിപ്പ് കണ്ടിട്ടേ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവൻ ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. അവളുടെ നിപ്പ് കണ്ടിട്ട് അവനും മനസ്സിലാവുന്നുണ്ട് അവളും ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് വന്നിട്ട് ഹീറോയെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ഹാൻഡ്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നത്. പിടിച്ചോണ്ട് പോയിട്ട് ഡാൻസ് കളിക്കുന്നു എന്നുള്ള പേരിൽ അവിടെ ഇവിടെയും തൊടുവാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് പരിചയമേ ഇല്ല. ആകെപ്പാടെ പേടിച്ച് പെണ്ണിന്റെ അടുത്ത്, അതെ കൊച്ചു എന്നെ ഒന്ന് വിട്ടേക്ക്, ഞാനൊരു പോലീസാണെന്ന് പറഞ്ഞ് പോവാൻ നോക്കുമ്പം അവന്റെ അടുത്തുണ്ടായിരുന്ന വിലങ്ങെടുത്ത് അത് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് മേടിച്ചെടുക്കാൻ തന്നെ ഒരു ജീവമരണ പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോഴാണ് ആ പെങ്കൊച്ച് അവന്റെ അടുത്തുള്ള ഷോക്ക് കൊടുക്കാനുള്ള ഡിവൈസ് എടുക്കുന്നത്. പൊന്നുമോളെ അത് പതിയെ തന്നേക്ക്, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് പറഞ്ഞ് മേടിക്കാൻ പോകുമ്പം അത് അവൾ അങ്ങനെ അവന്റെ മേത്ത് വെക്കുന്നു. വീണു പോകുന്ന ഹീറോയ്ക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. ഹീറോയിനാണ് വന്ന് ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് അത് മേടിച്ച് ഹീറോയെ എണീപ്പിക്കാൻ നോക്കുന്നത്. മസ്റ്റാഷ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നിട്ടുള്ളത്. മേലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ട് മേലേക്ക് രണ്ടുപേരും കൂടെ പോകുന്ന സമയത്തും ഹീറോ പറയുന്നുണ്ട്, ദാ നോക്ക്, അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത്, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. ബാക്കപ്പ് ടീം വരും. അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവര് കുറെ പേരുണ്ട് ആ റൂം ഇവള് തുറക്കാൻ വേണ്ടി നോക്കുവാണ്. പൊന്നുമോളെ അടങ്ങിയിരിക്കുകയെന്ന് ഹീറോ എവിടെ നിന്ന് കേൾക്കാൻ. അവന്റെ കൈ പിടിച്ച് മാറ്റി അകത്ത് ഹേയ് സ്വീറ്റീസ് എന്നും പറഞ്ഞ് പോയിട്ട് ഭയങ്കരമായിട്ട് കുഞ്ചുന്നുണ്ട്. പക്ഷെ സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്ന കണക്കെയല്ല. അവന്മാർക്കൊരു സംശയം പോലും തോന്നാതെ അവള് ചോദിക്കുന്നതും കേട്ട് ഡ്രഗ്സും എടുത്തു കൊടുക്കുന്നുണ്ട്. അവളത് കാഷ്വലായിട്ട് കഴിക്കുന്ന കണക്ക് വായിലേക്ക് ഇട്ട് മസ്റ്റാഷിന്റെ മേത്ത് തന്നെ തുപ്പി കൊടുക്കുന്നു. ദേഷ്യം വന്ന് അവരടിക്കാൻ വരുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ്സ് മൊത്തം എടുത്ത് വലിച്ചെറിയുന്നു. അങ്ങനെ ടേബിളിലേക്ക് ഒരു ജമ്പ് എടുത്ത് നിരങ്ങി അവിടെയുള്ള ഡ്രഗ്സ് മൊത്തം എടുത്ത് വാരിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഹീറോയുടെ അടുത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് സ്റ്റേഷനിൽ കൊടുക്കണം, ഓക്കെ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമാണ്. എന്തിപ്പോ ഇവിടെ നടന്നീന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന ഹീറോയുടെ അടുത്തേക്കാണ് അവരൊക്കെ വരുന്നത്. സംഭവന്റെ കയ്യിലാണല്ലോ ഉള്ളത്. പിന്നെ ഫുള്ള് പുരിഞ്ഞ ഓട്ടം. ഓടി 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 പോകുന്ന ഹീറോയുടെ അടുത്ത് ഹീറോയിൻ മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി, ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഹീറോ ജീവനും ഡ്രഗ്സും കയ്യിൽ പിടിച്ച് മരണ ഓട്ടം. ഓടി ഓടി എത്തുന്നതോ ഡെഡ് എൻഡില്. ഹീറോയെ കൊന്നിട്ട് ആ ഡ്രഗ്സ് എടുത്തിട്ട് ഓടാന്ന് മസ്റ്റാഷ് പറയലും. ഇതാ നോക്ക്, ഞാനൊരു പോലീസാണ്, വെറുതെ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന ഹീറോ. ആടാ പോടാ എന്നേ അവർക്കുള്ളൂ. പോലീസൊക്കെ സിമ്പിൾ. പിന്നെ ഹീറോ ഒന്നും നോക്കൂല, എല്ലാത്തിനെയും അടിച്ച് നിരത്തിയിടും, മസ്റ്റാഷിനെ അടക്കം. പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് അവൻ ജസ്റ്റ് ആലോചിച്ച് നോക്കിയതാണ്, ശരിക്കും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഉള്ളാടി മൊത്തം മേടിച്ചു കൂട്ടുന്നത് ഹീറോ ചവിട്ടി കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ വരുന്നത്. നല്ല ഫോഴ്സിലെ വെള്ളം വരുന്ന ഒരു പൈപ്പ് എടുത്ത് വെച്ച് കീറ്റുന്നു. അവരെല്ലാം വെള്ളം കൊണ്ട് കഷ്ടപ്പെടുമ്പം ഹീറോ നൈസായിട്ട് അതിലേ താഴെ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് ഇതിന്റെ ഇടയ്ക്ക് ഹീറോയിൻ ബാലൻസ് മിസ്സായി താഴെ വീഴാൻ പോകുന്നതും ഹീറോ ആണ് വന്ന് പിടിക്കുന്നത്. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങനെ പൈപ്പ് പിടിച്ച് ഒരുമാതിരി ഫൗണ്ടൈന്റെ താഴേക്ക് നിന്ന് റൊമാൻറ്റിക് ആയിരിക്കും നടക്ക്. റൊമാൻസ് ആണോ ഫൈറ്റ് ആണോ നടക്കുന്നേ എന്ന് തോന്നുന്ന വിധം നിന്ന് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ നനഞ്ഞ കോഴികളെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തുമ്പം ഹീറോയിന്റെ ഒച്ച കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന അസിസ്റ്റൻസ് വരെ പേടിച്ചു പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഇപ്പോഴാ സീനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ആ വെള്ളം അടിച്ചത് ആലോചിച്ച് റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് ഇരുന്നായിരുന്നല്ലോ, അതെങ്ങനെയാ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ മുന്നിലുണ്ട് ഹീറോയിൻ മസ്റ്റാഷിനെ പിടിച്ച് ഉളുക്കിയെടുത്ത്, എടാ നീ മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ പിന്നെയും കുളിക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അടിക്കാൻ വരുമ്പം സുഹമാണ് വന്ന് കൈ പിടിക്കുന്നത്. വേണ്ട മാഡം, അത് നമുക്ക് സെറ്റ് ആവത്തില്ലാന്ന്. അവന്റെ അടുത്ത് ചോദിച്ചാല് അവൻ ഗ്യാങ്ങിലില്ലെന്നും ജസ്റ്റ് ഇത് കൊണ്ടു കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അവളെ ടാറ്റുവിനെ വിളിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പം ഹീറോ ആണ് പറയുന്നത്, ടാറ്റുവിനെ ഇപ്പൊ വിളിച്ചാൽ ശരിയാവത്തില്ല. ഇവൻ ടാറ്റുവിനെ വിളിക്കാറില്ല, ടാറ്റു ഇങ്ങോട്ടേക്കാണ് വിളിക്കാറുള്ളത്. ഇവൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരുമാതിരി അലേർട്ട് കൊടുക്കാൻ നടക്കാണ്. ചേടാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഇവരാലോചിക്കുമ്പം അവിടെ അപ്പുറത്ത് നമ്മുടെ അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ ചേർത്തിട്ടാണല്ലോ ഉള്ളത്. അങ്ങോട്ടേക്ക് ഗ്യാങ്സ്റ്റർ അഥവാ ടാറ്റു വന്നിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്.
ഉപദ്രവിക്കുന്നുണ്ട്. ഇവിടെ മസ്റ്റാഷ് ആണെങ്കിലും ഒന്നും സമ്മതിക്കുന്നില്ല, എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഹീറോ ദാ നോക്ക്, നീ എന്തായാലും ഡ്രഗ്സ് ആ ലോക്കറിൽ കൊണ്ടുവച്ചതായിട്ട് ഞങ്ങൾക്ക് എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് നിനക്ക് 5 വർഷം കിട്ടും. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാണ് മസ്റ്റാഷ് വെക്കുന്നത്. 5 വർഷമൊക്കെ നമുക്ക് പുഷ്പന്ന്. ഡ്രഗ്സ് സ്വന്തമായിട്ട് എടുക്കുന്നതും തെറ്റാണ്, അതിനൊരു 5 വർഷം. സ്മഗിൾ ചെയ്തത് മറ്റൊരാൾക്ക് ഫോഴ്സ് ആയിട്ട് കൊടുക്കുന്നതും തെറ്റാണ്, അങ്ങനെ ഒരു 15 വർഷം. അതൊരു ക്വാസി റേപ്പും കൂടിയാണ്, അപ്പൊ ഒരു 20 വർഷം. പിന്നെ അത് ഇത് എന്ന് പറഞ്ഞ് നിനക്ക് മൊത്തത്തിലൊരു 30 വർഷം കിട്ടും. നിക്കട്ടെ, 30 വർഷം കഴിയുമ്പം നിനക്ക് എത്ര വയസ്സാകും? അത് മാത്രല്ല വേറെയും കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കലിന് അറിയാവുന്ന എല്ലാ കാര്യവും മസ്റ്റാഷ് പറയുന്നുണ്ട്. ചൈനയിൽ നിന്നൊരു ഹാർബറിലേക്ക് ഡ്രഗ്സ് കൊണ്ടുവന്ന് അത് കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുത്തതിന് ശേഷം സബ്വേ സ്റ്റേഷനിലുള്ള ഏതോ ബ്ലൂ വെൻഡിങ് മിഷനിലാണ് ഇത് വെക്കുന്നത്. പക്ഷെ ഏതിലാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ വെൻഡിങ് മിഷന്റെ കാര്യം തന്നെ ടാറ്റു ആരുടെ അടുത്തോ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് മസ്റ്റാഷ് കേട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഇവർക്കും അറിയത്തില്ല, കാരണം 300 സ്റ്റേഷൻ ഉണ്ട്, അതിൽ തന്നെ 75 ബ്ലൂ വെൻഡിങ് മിഷൻ ഉണ്ട്. ഇവിടെ ടാറ്റു ഓൾറെഡി മുത്തച്ഛനെ കടത്തി കഴിഞ്ഞു. എന്നിട്ട് ടാറ്റു മസ്റ്റാഷിനെ വിളിക്കുന്നുണ്ട്. ഇവനാണല്ലോ വിളിച്ചു പറയുക, 1 മണിക്കൂറിൽ ടാറ്റു ഡ്രഗ്സ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, അതും ആ വെൻഡിങ് മിഷന്റെ അവിടെ. പക്ഷെ ഏത് വെൻഡിങ് മിഷനിലാണെന്ന് ഒരു ഉറപ്പില്ല. മാപ്പും വെച്ച് എല്ലാവരും തല വഹിക്കുമ്പം ഹീറോയിൻ ഓൾറെഡി അറിയാം എവിടെയൊക്കെയാണ് വെൻഡിങ് മിഷൻ ഉള്ളത് എന്ന്. അതാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ട്, എന്നാലും മാപ്പിൽ അടയാളപ്പെടുത്തി. ബാക്കപ്പിന് ഫോഴ്സ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രൂപ്പില് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് പോലീസിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. ഇത് ഇൻസ്പെക്ടർ ഗോങ് അടക്കം കാണുന്നുണ്ട്. എല്ലാരും പോയിട്ടുള്ള വെൻഡിങ് മിഷൻ മൊത്തം ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ ഗോങ്ങിനാണ് പണം കിട്ടുന്നത്. ഹീറോയിൻ ഇൻസ്പെക്ടർ ഗോങ് 3 പേരും കൂടെ ടാറ്റു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ടാറ്റു അങ്ങോട്ടേക്ക് വന്ന് പൈസ എടുക്കുന്നുണ്ട്. ഇത് കണ്ടത് ഹീറോയിൻ ചാടി എണീക്കുന്നുണ്ട്. പിടിച്ചിരുത്തി കോറസ് ആയിട്ട് അടങ്ങിയിരിക്കുന്ന 2 പേരും. ടാറ്റു പറഞ്ഞ് പോകുമ്പം ടാറ്റുവിനെ ഫോളോ ചെയ്ത് ഹീറോയിനും ഒരു ടാക്സി വിളിച്ച് പോകുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയ്ക്ക് ഹീറോയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവൻ പോലും നോക്കാതെ എടുത്തു ചാടുമല്ലോ. കയ്യിലിരിക്കുന്ന തോക്ക് ഇഷ്ടമല്ലാതെ എടുത്ത് അവളുടെ കയ്യിലേക്ക് നീട്ടിയിട്ട്, നീ ഇത് വെച്ചോ, പക്ഷെ ഉപയോഗിക്കരുത്, ഷൂട്ട് ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെനിക്ക് തരുന്നേന്ന് ഹീറോയിൻ ചോദിക്കുന്നതിന് ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വെടിവെക്കെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഹീറോയിൻ ആണെങ്കിൽ അതൊരുമാതിരി ചോക്ലേറ്റ് കണക്കാണ് പിടിച്ചു വാങ്ങാൻ നോക്കുന്നത്. ഹീറോയ്ക്ക് പേടി, ശരിക്കും നീ ഷൂട്ട് ചെയ്യത്തില്ലല്ലോ അല്ലെ? ചെയ്യത്തില്ലെന്നേ. എന്നാലും തോക്കിന്ന് കൈയെടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ കാലിയായിരിക്കും, പക്ഷെ അടുത്തടുത്തതില് ബുള്ളറ്റ്സ് ഉണ്ടാവും, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനേ പാടില്ല. അഥവാ ഷൂട്ട് ചെയ്യണം അത്ര നിർബന്ധമുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒറ്റയ്ക്കൊരു പ്രാവശ്യം മാത്രം ഷൂട്ട് ചെയ്യണം. ഓക്കെ പക്കാന്ന് പറഞ്ഞ് മേടിക്കുന്നൊക്കെ ഉണ്ട്. ആ മേടിക്കല് കണ്ടിട്ട് എന്റെ ഹീറോയ്ക്ക് പേടിയാവുന്നുണ്ട്. ടാറ്റുവിന്റെ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പം ആ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. തോക്ക് കാണിച്ച് മുത്തശ്ശനെ വിടാൻ പറയുന്ന ഹീറോയിന്റെ അടുത്ത് മുത്തശ്ശന്റെ കഴുത്തിന്റെ കത്തിയും പിടിച്ച്, നോക്ക്, നീ വെറും ഒരു കൊറിയയിലെ പോലീസുകാരിയാണ്. ഇവിടുത്തെ പോലീസ് പൊതുവെ തോക്ക് ഉപയോഗിക്കത്തില്ല, ചുമ്മാ കൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ അലങ്കാരത്തിന് വേണ്ടിയിട്ട്. അത് കാണിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പുറകില് ഹീറോ വന്നിട്ട് അയാളെ അടിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് അടിച്ചു പിടിച്ച് കുഴച്ച് അങ്ങനെ ഹീറോയിനെ നോക്കി ഒന്ന് ചിരിക്കുമ്പോഴേക്കും ഒരു കത്തിയെടുത്ത് ഹീറോയുടെ നെഞ്ചിൽ തന്നെ ടാറ്റു കുത്തുവാണ്. അത് കണ്ടതും അത്രയും നേരം ഹീറോയുടെ വാക്കിനെ മാനിച്ച് നിന്നവൾക്ക് ടെമ്പർ തെറ്റുന്നുണ്ട്. മേലേക്ക് വെടിവെച്ച്, നോക്ക്, ഇത് 2ാമത്തേതാണ്. അടങ്ങിയിരുന്നില്ലെങ്കിൽ വെടിവെക്കുന്ന ഹീറോയിൻ. പക്ഷെ കേൾക്കാതെ പിന്നെയും മുത്തശ്ശനെ കത്തിന്റെ മുനയിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ടാറ്റുവിന്റെ കാലില് ഹീറോയിൻ വെടിവെക്കുന്നതും ഹീറോ ഒരുമാതിരി സോംബീനെ കണക്ക് എണീറ്റ് വന്ന്, നിന്റെ അടുത്ത് ഞാൻ വെടിവെക്കരുത് എന്ന് പറഞ്ഞതല്ലേന്ന് ആ അവസ്ഥയിലും ചോദിക്കുവാണ്. അവളുടെ അടുത്ത് വന്ന് പിന്നെ അത് തന്നെ ചോദിക്കുമ്പം അവക്കാണെങ്കിൽ അവന്റെ നെഞ്ചിലാണ് വെടികൊണ്ടത്. ചോര ടീഷർട്ടിൽ വരെ കാണാനുണ്ട്. എന്നിട്ട് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല. നോക്കുമ്പം മുത്തശ്ശന്റെ ലഞ്ച് ബോക്സ് അവന്റെ നെഞ്ചിന്റെ അവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് കത്തി കൊണ്ടത്. അതിൽ കിംച്ചി ഉണ്ടായിരുന്നു, അതാണ് നെഞ്ചില് ബ്ലഡ് കണക്ക് ഒഴുകി വന്നത്. ഹീറോ മരിച്ചു എന്ന് വിചാരിച്ച് അവക്കാണെങ്കിൽ ആ വിഷമം അങ്ങ് താങ്ങാനേ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കരയും കണ്ടിട്ട് ഹീറോയ്ക്ക് എന്നെ അത്ഭുതമായി പോകുന്നുണ്ട്. ടാറ്റുവിനെ പോലീസിലും പിടിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ ആംബുലൻസിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശന്റെ മോള് വരുന്നത്. സബ്വേ സ്റ്റേഷനിൽ എപ്പോഴും നോട്ടീസ് കൊടുക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയാണ് മുത്തശ്ശന്റെ മോള്. ഹീറോയിൻ മുത്തശ്ശന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയല്, മുത്തശ്ശൻ അവരെ രക്ഷിച്ചതിന് നന്ദി പറയല്. അതിന്റെ ഇടയ്ക്ക് മോള് വന്നിട്ട് ഹീറോയുടെ അടുത്ത് അച്ഛനെ രക്ഷിച്ചതിനെ നന്ദി പറയല്, ഞാനല്ല രക്ഷിച്ചത്, ഹീറോയിനാന്ന് ഹീറോ പറയാന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു നല്ല അറ്റ്മോസ്ഫിയർ. എല്ലാവരും അവരുടേതായ ഫാമിലിനെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഹീറോയുടെ അമ്മ ഹീറോ വരാതെ ഭക്ഷണം കഴിക്കില്ലാന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ അവന്റെ അച്ഛനെ കണക്ക് ഒരു 80s 90s കാലഘട്ടത്തിലെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്.
ഹീറോയിന്റെ അമ്മ പറഞ്ഞ കണക്ക് അമ്മേന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി, അമ്മ ഹാപ്പിയാണെന്നറിയുന്ന ഹീറോയ്ക്കും ഭയങ്കര ഹാപ്പി. പക്ഷെ ഹീറോയിന് ആകെപ്പാടെയുള്ള ഫാമിലി അവളുടെ അനിയത്തിയാണല്ലോ. അനിയത്തിനെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. വീട്ടിൽ വന്നിട്ട് TV വെച്ച് മുന്നേ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ആലോചിക്കുന്നത്. അനിയത്തിക്ക് ഓട്ടിസം ഉണ്ടല്ലോ. ഇതണക്ക് ഹീറോയിൻ TV കാണാൻ അനിയത്തിന്റെ കൂടെ ഇരുന്ന സമയത്ത് അനിയത്തി TVന്റെ റിമോട്ട് എടുത്ത് ഭയങ്കരമായിട്ട് ചാനൽ ഒന്നും വെക്കാതെ സെക്കൻഡിനുള്ളിൽ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയും പണിയെടുത്ത് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ചേരം TV കാണാന്ന് വെച്ചാൽ അതിരിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ. ഏതെങ്കിലും ഒരു ചാനൽ വെക്ക് വെച്ച് നീ ഒന്ന് അടങ്ങിയിരുന്നേന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് TVന്റെ റിമോട്ട് മേടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ അനിയത്തി അത് മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മിറിയും കിംവോയും സബ്വേ ഗോസ്റ്റിനെ കുറിച്ചാണല്ലോ അന്വേഷിക്കുന്നത്. അവര് സബ്വേ സ്റ്റേഷനിൽ വന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഹീറോയിൻ ഭയങ്കര ഉറപ്പിച്ചു പറഞ്ഞായിരുന്നല്ലോ ടണലിലാണ് ഈ സബ്വേ ഗോസ്റ്റ് ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ടണലിലും പോയി നോക്കുന്നുണ്ട്. കിംബുവിന്റെ അടുത്ത് ഈ കഴിഞ്ഞ 2 വർഷത്തിലുള്ള ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടം അതൊന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന്. 2000 മേലെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതൊക്കെ നോക്കാൻ പറ്റുമോന്ന് കിംബു ചോദിക്കുന്നതിന് 2000 അല്ല 10,000 മേലെ ഉണ്ടെങ്കിലും നമ്മളത് നോക്കിയേ പറ്റൂ, അത് ചെയ്തിരിക്കണം എന്ന് മിറി. ഇവിടെ സബ്വേ ഗോസ്റ്റ് ശരിക്കും ആ ടണലിന്റെ ഉള്ളിലാണുള്ളത്. ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരുപാട് ഈ ഒരു കേസുമായിട്ട്, ഈ സീരിയൽ കില്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ഹീറോയിന്റെ ട്വിൻ സിസ്റ്ററിന്റെ ഫോട്ടോയും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഹീറോയിന്റെ അനിയത്തിനെയും കൊണ്ടുപോയത് സബ്വേ ഗോസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ് സെക്കൻഡ് എപ്പിസോഡ് കഴിയുന്നത്. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. കാണാനും രസമുള്ള ഡ്രാമയാണ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡ്രാമേനെ കാണുന്നതെന്ന് അറിയണം എന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. എല്ലാ എപ്പിസോഡിലും എന്ന് പറയുവാണെങ്കിൽ അത്രയും സന്തോഷം. എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.